പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച നിബന്ധനകൾ പലതും പ്രായോഗികമല്ലെന്ന് വിമർശനം. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാലും രേഖകളുടെ ഒറിജിനൽ തപാൽ വഴിയോ നേരിട്ടോ എത്തിക്കണമെന്ന നിർദ്ദേശമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം അനുസരിച്ച് ആഗസ്റ്റ് 7 വരെയാണ് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം. വിദേശത്തു നിന്ന് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റഡ് കോപ്പി അനുബന്ധ രേഖകൾ സഹിതം തപാലിലോ നേരിട്ടോ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്ക് എത്തിക്കണം. ഈ നിർദ്ദേശത്തിൽ ഇളവ് വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അപേക്ഷ എത്തിക്കാനുള്ള സമയം നീട്ടി നൽകുക, രേഖകൾ ഇമെയിൽ വഴി സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നിവ പരിഗണിക്കണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. ഓൺലൈനിലൂടെ സമർപ്പിച്ച രേഖകളുടെ പ്രിന്റ് എടുത്ത് പ്രാക്ടിക്കലായി തപാലിലോ നേരിട്ടോ അതാത് ഇലക്ടർ ഓഫീസർമാർ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇതിലെ പ്രവാസികൾക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യം. പ്രവാസി ജീവിത സാഹചര്യങ്ങൾ അറിയാം, അത് ഈ ഒരു വിഷയത്തിൽ അത്ര എളുപ്പമല്ല. ഇവിടെ നിന്ന് തപാൽ മാർഗമോ ഇല്ലെങ്കിൽ ബൈ ഹാൻഡായിട്ടോ ഇലക്ഷൻ കമ്മീഷനിൽ എത്തിക്കുക അല്ലെങ്കിൽ ഇലക്ഷൻ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കുക എന്നുള്ളത് ചുരുങ്ങിയ കാലയളവിൽ തീർത്തും അപ്രായോഗികമായ കാര്യമാണ്. ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ കാരണങ്ങളാൽ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന കേരളത്തിനകത്തുള്ള വോട്ടർമാർക്ക് അപേക്ഷ ഇമെയിലായി നൽകാൻ സൗകര്യമുണ്ട്. ഹിയറിങ്ങിനും ഇളവുണ്ട്. പ്രവാസികൾക്ക് കൂടി ഈ ഇളവുകൾ നൽകണമെന്നും വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികൾ അടിയന്തരമായി ഇടപെടണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. മീഡിയ 1, ദോഹ.